അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഉലാസയുടെ 9ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ മാവുൽ മുത്തലക്കിനെ കുറിച്ച് പറഞ്ഞു. 3 വെള്ളമുണ്ട്. മാവുൽ മുത്തലക്ക് ആണ്, മാവുൽ മുസ്തഅമലുണ്ട്, മാവുൽ മുത്തനജിസ് ഉണ്ട്. ഇന്ന് നമുക്ക് പറയാനുള്ളത് അൽ മാവുൽ മുസ്തഅമലിനെ കുറിച്ചാണ്. മുസ്തഅമലായ വെള്ളം. ഹുക്കുമുൽ ഇസ്തിമാലി ലാ യസ്ബുതു ഇല്ലാ ബി അർബഅത്തി ശുറൂത്തി. ഇസ്തിമാലിലെ ഹുക്കുമ് ഫർളിൽ ഉപയോഗിക്കുക എന്ന ഹുക്കുമ് ലാ യസ്ബുത്തു സ്ഥിരപ്പെടുകയില്ല ബി അർബഅത്തി ശുറൂത്തി 4 ഷർത്തുകളെ കൊണ്ടല്ലാതെ. അപ്പോൾ വെള്ളം മുസ്തഅമലാവണമെങ്കിൽ അവിടെ 4 ഷർത്തുകൾ ഉണ്ട്. ആ 4 ഷർത്തുകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് വെള്ളം മുസ്തഅമലായി മാറുന്നത്. അൽ അവ്വലു, ഒന്നാമത്തേത് കൗനുൽ മായി ദൂനൽ കുല്ലത്തൈനി. കൗനുൽ മായി വെള്ളമാവുക, ദൂന കുല്ലത്തൈനി 2 കുല്ലത്തിന് താഴെയാവുക. 2 കുല്ലത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്ന് അതിനെക്കുറിച്ച് ശേഷം നമ്മൾ പറയും. 2 കുല്ലത്തിൻ്റെ താഴെയുള്ള വെള്ളമാവുക. നമ്മുടെ പള്ളിയിലൊക്കെയുള്ള ആളുകൾ അത് 2 കുല്ലത്തും 10 കുല്ലത്തുമല്ല, അതിനേക്കാളുമാണ്. അതുകൊണ്ട് അത് മുസ്തഅമലല്ല. ഫലോ ജുമിൽ മുസ്തഅമലു, മുസ്തഅമലായ വെള്ളത്തിനെ ഒരുമിച്ച് കൂട്ടപ്പെടൂ വബലാ കുല്ലത്തൈനി, അങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെട്ട വെള്ളത്തെ 2 കുല്ലത്ത് എത്തുകയും ചെയ്താൽ തൊഹൂറ്, അത് തൊഹൂറാണ്. ഉദാഹരണം, ഞാൻ വുളൂ ചെയ്തു. വുളൂ ചെയ്ത വെള്ളം ഫർളിൽ ഉപയോഗിച്ച വെള്ളം അവിടെ എടുത്തു വെച്ചു. ആ പാത്രത്തിൽ തന്നെ മറ്റൊരാളും വുളൂ ചെയ്തു. അതിൻ്റെ ബാക്കി വെള്ളവും അതിലുണ്ട്. മൂന്നാമത്തെ ആൾ വുളൂ എടുത്തപ്പോഴും അതിലുണ്ട്. അതിലൊരു 5-10 പേര് വുളൂ എടുത്തു പോയി, അല്ലെങ്കിൽ 2-3 പേര് വുളൂ എടുത്തു പോയി, അല്ലെങ്കിൽ വലിയൊരു ഹൗള് നിറയെ വെള്ളമുണ്ട് എന്ന് സങ്കല്പിക്കുക. എല്ലാവരും വുളൂ എടുത്ത് അത് 2 കുല്ലത്തെത്തിയാൽ ആ വെള്ളം തൊഹൂറാണ്. തൊഹൂറ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളതുമായ വെള്ളമാണ് തൊഹൂറ്. മുസ്തഅമലായ വെള്ളം അതിന് യോഗ്യമല്ല. മുസ്തഅമലായ വെള്ളം ഒരുമിച്ച് കൂട്ടി അത് 2 കുല്ലത്തെത്തിക്കഴിഞ്ഞാൽ തൊഹൂറിൻ്റെ ആ ദറജയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഇതുവരെ മുസ്തഅമലാണ്. അതുകൊണ്ട് 2 കുല്ലത്തെത്തിക്കഴിഞ്ഞാൽ അത് തൊഹൂറിൻ്റെ പരിധിയിലേക്ക് വരികയാണ്. ഏതുപോലെ? കമാലൗ ജുമിയൽ മുത്തനജിസു വബലാ കുല്ലത്തൈനി ബിലാ തായ്യറു. മുത്തനജിസായ വെള്ളം, ഒരു ബക്കറ്റ് വെള്ളം, ചെറിയ ബക്കറ്റാണ്. ആ ബക്കറ്റ് വെള്ളത്തിൽ ഒരു തുള്ളി മൂത്രം മുറ്റൽ കൊണ്ട് ആ വെള്ളം മുത്തനജിസാവും. ഇങ്ങനത്തെ കുറേ മുത്തനജിസായ വെള്ളം ഒരുമിച്ച് കൂട്ടിയ സമയത്ത് അതിന് യാതൊരു പകർച്ചയുമില്ല. വെള്ളം നിറമോ രുചിയോ വാസനയോ ഒന്നും വ്യത്യാസപ്പെട്ടിട്ടില്ല. ആ വെള്ളത്തിന് യാതൊരു കുഴപ്പവുമില്ല. അത് തൊഹൂറായ വെള്ളമാണ്. മുസ്തഅമലായ വെള്ളം ഒരുമിച്ച് കൂട്ടി 2 കുല്ലത്തെത്തി, അത് തൊഹൂറാണ്. ഏതുപോലെ? കമാലൗ ജമീൽ മുത്തനജിസു, മുത്തനജിസായ വെള്ളത്തെ ഒരുമിച്ച് കൂട്ടപ്പെട്ടതുപോലെ വബലാ കുല്ലത്തിന് 2 കുല്ലത്തെത്തുകയും ചെയ്തു. ബിലാ തായ്യറു, യാതൊരു പകർച്ചയും ഇല്ലാതെ. ആ വെള്ളം തൊഹൂറാണ്. അതുപോലെ തന്നെ മുസ്തഅമലായ വെള്ളവും കുറേ ഒരുമിച്ച് കൂട്ടി 2 കുല്ലത്തെത്തിക്കഴിഞ്ഞാൽ അതും തൊഹൂർ തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ ഷർത്ത് കൗനുൽ മായി ദൂന കുല്ലത്തേന്, വെള്ളം 2 കുല്ലത്തിന് താഴെയാവുക. അസാനി, രണ്ടാമത്തേത് ഫർളിൽ ഉപയോഗിച്ച ഇസ്തിമാലുഹു ഫർളി, ഫർളിൽ ഉപയോഗിക്കപ്പെട്ടത് വെള്ളമാവുക. ഫർളായ കഴുകൽ, അതിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാവുക. മുഖം കഴുകൽ ഫർളാണ്, കൈ കഴുകൽ ഫർളാണ്. ഇതൊക്കെ ഫർളായ പ്രവർത്തനങ്ങളാണ്. ഫർളായ പ്രവർത്തനങ്ങളിൽ ഫർള് ഉപയോഗിക്കപ്പെട്ട വെള്ളം ആവുക. അപ്പോൾ നമുക്ക് സംശയമുണ്ടാവും, സുന്നത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമോ? ഫർള് കഴിഞ്ഞ 2ാമത്തെ പ്രാവശ്യം കൈ കഴുകൽ അല്ലെങ്കിൽ മുഖം കഴുകൽ സുന്നത്താണല്ലോ. 3ാം പ്രാവശ്യം കഴുകലും സുന്നത്താണ്. അങ്ങനെ 2ാമത്തതിലും 3ാമത്തതിലും ഉപയോഗിച്ചതായ വെള്ളമോ അത് മുസ്തഅമലാണോ? വൽ മുസ്തഅമലു നഫ്ലി, സുന്നത്തിൽ
ഉപയോഗിക്കപ്പെട്ടതായ വെള്ളം അത് സുന്നത്ത് ഏതുപോലെ കൽ അസ്ലത്തി സാബിയത്തി കൽ അസ്ലത്തി താബിയത്തി രണ്ടാമത്തെ കഴുകൽ പോലെ വസാനിയത്തു മൂന്നാമത്തെ കഴുകൽ പോലെ വൽ വുളൂഹി മുജദ്ദദിൽ തൊഹൂർ മുജദ്ദദായ അതായത് പുതുക്കുന്ന പോലെയുള്ള വുളൂ. അതെങ്ങനെ വുളൂ ചെയ്ത് അത് മുറിഞ്ഞു വീണ്ടും നമ്മൾ വുളൂ ചെയ്യുക. അതുപോലെ ആ സമയത്ത് ഉപയോഗിക്കുന്നതായ വെള്ളം തൊഹൂറാണ്. അപ്പോൾ രണ്ടാമത്തെ ഷർത്ത് ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാവുക. അസാലിസു മൂന്നാമത്തേത് ഇൻഫിസാലുഹു അനിൽ ഉഫുവി അവയവത്തിനെ തൊട്ട് പിരിഞ്ഞതായിരിക്കണം. അത് മൂന്നാമത്തെ ഷർത്താണ്. അവയവത്തിനെ തൊട്ട് പിരിഞ്ഞതെങ്ങനെ? നമ്മുടെ ശരീരത്തിൽ നിന്നും നിലത്തേക്ക് വീഴേണ്ടതുണ്ടോ, അതല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റെവിടെയെങ്കിലും നിന്നാൽ മതിയോ? അങ്ങനെയുമുണ്ടല്ലോ പിരിയുക എന്ന് പറഞ്ഞാൽ. രണ്ട് രൂപത്തിലുള്ള പിരിയലുണ്ടാവും. ഒന്ന് നമ്മുടെ ശരീരത്ത് നിന്ന് പുറത്തു പോവുക. രണ്ടാമത്തെ മറ്റൊരു രൂപം നമ്മുടെ ശരീരത്ത് തന്നെ നമ്മുടെ ഒരു അവയവത്തിൽ നിന്ന് മറ്റൊരു അവയവത്തിലേക്ക് പോവുക. ഇങ്ങനെ രണ്ട് രൂപത്തിലുള്ള പിരിയലുണ്ടാവും. ഏതു രൂപത്തിലുള്ള പിരിയലാണ് മൂന്നാമത്തേത്? ഇൽഫിസാലുഹു അനിൽ വുളുവി അവയവത്തിനെ തൊട്ട് പിരിയലാണ്. വലോ ഹുക്കുമൻ നിലക്കാണെങ്കിലും ഹുക്കുമൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പിരിയൽ വേണമെന്നില്ല. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്നും വെള്ളം നിലത്തേക്ക് വീഴുക, അതിൻ്റെ ആവശ്യമില്ല. അത് ഹുക്കുമൻ നിലക്കാണെങ്കിൽ. ഏതുപോലെ? കാൻ ജാവസ മൻകിബൽ മത്തവല്ലഹി ഔ റുക്കുബത്തുഹു വുളു എടുക്കുന്നവൻ്റെ ഷോൾഡറിലേക്ക് വെള്ളം വിട്ട് കടക്കുക. നമുക്ക് കഴുകൽ നിർബന്ധമുള്ള മുട്ട് വരെയാണ്. അത് വിട്ടു കടന്നപ്പോൾ ഷോൾഡർ വരെ പോവാം, അതിനേക്കാൾ അപ്പുറം പോവുക. പക്ഷേ നമ്മൾ കഴുകണം എന്ന് പറഞ്ഞ അവയവത്തിൻ്റെ പരിധി വിട്ടു കഴിഞ്ഞു. ഹുക്കുമൻ നിലക്ക് അവയവത്തിനെ തൊട്ട് നിൽക്കുന്നതിന് ഉദാഹരണമാണ് ഔ റുക്കുബത്തുഹു അല്ലെങ്കിൽ നമ്മൾ വുളു ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെള്ളം കാല് കഴുകുന്ന സമയത്ത് മുട്ടിൻ്റെ മേലോട്ട് ആയി കഴിഞ്ഞു. അവയവത്തിനെ തൊട്ട് പിരിയുക എന്നറിയപ്പെടുന്നതാണ്. യഥാർത്ഥത്തിൽ പിരിഞ്ഞിട്ടില്ല എങ്കിലും നമ്മൾ കഴുകാൻ വേണ്ടി പറഞ്ഞതായ അവയവത്തിൻ്റെ പരിധി വിട്ട് എന്നാൽ അത് നമുക്ക് സംശയമുണ്ടാവും. അലാ യളുറു ഇൻഫിസാലുഹു ബുദ്ധിമുട്ടില്ല മിനൽ കൗഫീല സായിദി മുൻകൈ കഴുകുന്ന സമയത്ത് വെള്ളം കയ്യന്മേൽ മേൽപോട്ടേക്ക് ഉയരുക, അതിൽ യാതൊരു കുഴപ്പവുമില്ല. വലാ മിനർറസി അതേ പ്രകാരം തന്നെ തലയിൽ നിന്ന് വെള്ളം മുകളിലായാലും കുഴപ്പമില്ല. ഇലാ നെഹ്വി സ്വദിരി നമ്മൾ മുഖം കഴുകുന്ന സമയത്ത് മുഖത്ത് നിന്ന് വെള്ളം ഒലിച്ച് നമ്മുടെ നെറ്റിയിലേക്ക് വരും, അതും കുഴപ്പമില്ല. കാരണം എന്താ? സൂക്ഷിക്കൽ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് അവിടെ യാതൊരു കുഴപ്പവുമില്ല, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ മുൻകൈ കഴുകുന്ന സമയത്ത് കൈത്തണ്ടയിലേക്ക് വെള്ളം ഒലിക്കുക, അതുകൊണ്ടും യാതൊരു കുഴപ്പവുമില്ല. ഇവിടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അതിനെ തൊട്ട് സൂക്ഷിക്കൽ നമുക്ക് പ്രയാസമാണ്. മുഖം കഴുകുന്ന സമയത്ത് അത് കഴുത്തിലൂടെ ഇറങ്ങി പോകുന്നത് പ്രശ്നമില്ല, അല്ലാതെ കൈ കഴുകുന്ന സമയത്ത് തോളിലേക്ക് ഇറങ്ങുന്നത് പ്രശ്നമാണ്. അതിനും ഇനി നാലാമത്തേത് റാബിയോ നാലാമത്തേത് അതമൻ നിയ്യത്തിൽ തിറാഫി ഫിൽ മഹല്ലിഹ കോരിയെടുക്കുന്നതിനെ കഴുകാതിരിക്കുക, അതിനെ കരുതലിനെ ഇല്ലാതിരിക്കൽ. എവിടെ? മഹല്ലിഹ കോരിയെടുക്കലിനെ കരുതേണ്ട സ്ഥലത്ത് വെള്ളം കോരിയെടുക്കുമ്പോൾ കോരിയെടുക്കലിനെ കരുതേണ്ടതുണ്ട്. അങ്ങനത്തെ സ്ഥലത്ത് വെള്ളം കോരിയെടുക്കലിനെ കരുതാതിരിക്കുക. ഉദാഹരണം, അത് മുസ്താമലാവാൻ കാരണമാവും. വെള്ളം മുസ്താമലായി പോകും. ഏതുപോലെ? വൗവ ഫിൽ വുളൂഹി കുളിയിൽ ബദനിയത്തി ജനാപത്തിനെ ഉയർത്തുന്നു എന്ന് നിയത്ത് വെച്ച് അതിനുശേഷം വെള്ളത്തിലേക്ക് കൈയിട്ട് കോരിയെടുക്കലിനെ കരുതിയില്ല. ഇതൊക്കെ 2 കൊല്ലത്തിന് താഴെയുള്ള വെള്ളമാവണം. അങ്ങനെയെങ്കിൽ ആ വെള്ളം മുസ്താമലായി പോകും. ഫലൗ അദ്ഹലൽ മുതത്തൊഹിറു
യദഹു ഫിൽമായി, ഒരു ശുദ്ധീകരണം നടത്തുന്നതായ ഒരു രീതി അവൻ്റെ കയ്യിനെ പ്രവേശിപ്പിച്ചു. എന്തിലേക്കാണ് പ്രവേശിച്ചത്? മായി, വെള്ളത്തിൽ പ്രവേശിപ്പിച്ചു. ജീനായിദ്ദീൻ, ആ നേരത്ത് എന്ന് പറയുമ്പോൾ വുളൂ ചെയ്യുന്നവനാണെങ്കിൽ, മുഖം കഴുകിയതിന് ശേഷം കുളിക്കുന്നവനാണെങ്കിൽ നിയത്ത് ചെയ്തതിന് ശേഷം കയ്യിനെ പ്രവേശിപ്പിച്ചു. ബി ഐരി നിയത്തിൽ തിറാഫി, കോരിയെടുക്കുക എന്ന നിയത്ത് ഇല്ലാതെയാണ് വെള്ളത്തിലേക്ക് കയ്യിനെ പ്രവേശിപ്പിച്ചത് എങ്കിൽ സോറൽ മാവ് മുസ്തഅമലു, ആ വെള്ളം മുസ്തഅമലായി പോയി. സോറൽ മാവു, ആ വെള്ളം മുസ്തഅമലായി. വെള്ളം മുസ്തഅമലാവാനുള്ള ഷർത്തുകൾ 4 എണ്ണമാണ്. 1, വെള്ളം 2 കുല്ലത്തിനേക്കാൾ താഴെയായിരിക്കുക. 2, ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാവുക. 3, വെള്ളം അവയവത്തിനെ തൊട്ട് പിരിയുക. 4, കോരിയെടുക്കലിനെ കരുതേണ്ട സ്ഥലത്ത് കരുതാതിരിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. വാർദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.